പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാഗ്യലക്ഷ്മി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അതിജീവിതയുടെ കൂടെ ഞങ്ങൾ കുറച്ചാൾക്കാർ മാത്രമേ ഉള്ളൂ, കൂടുതൽ ആൾക്കാരും മറ്റേ ചേട്ടൻ്റെ കൂടെയാണ് എന്നുള്ള തരത്തിൽ ഒരു കാര്യം ഞാൻ ഭാഗ്യലക്ഷ്മിയോട് പറയാം. അതായത് മലയാളികൾ മുഴുവൻ മനസ്സുകൊണ്ട് എല്ലാവരും അതിജീവിതയുടെ ഒപ്പം തന്നെയാണ്. പക്ഷേങ്കിൽ ഭാഗ്യലക്ഷ്മി പറയുന്നത് പോലെ ചില ആൾക്കാരുടെ പ്രഹസനങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മിയുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങൾ, പ്രഹസനങ്ങൾ, ഇതൊക്കെ കാണുമ്പോഴേ, അതായത് അവരൊക്കെ പൊതുജനങ്ങളോട് ഇടപെടുന്ന രീതികൾ. ഇതിനിടയ്ക്ക് ഞാനൊരു സ്ത്രീയുടെ ഇത് കണ്ടു. അവർ ദിലീപിനെ ഭയങ്കരമായിട്ട് മോശം പറയുകയാണ്. ആ മോശം പറയുമ്പോഴും ഉള്ള വാക്ക് എന്നൊക്കെ പറയില്ലേ, നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെയൊക്കെ വീഡിയോ പബ്ലിക്കിൽ നമ്മളിങ്ങനെ കാണുമ്പോഴില്ലേ, ശരിക്കും നാണം കെട്ട് തൊലിയുരിഞ്ഞു പോകും. അവരുടെയൊക്കെ പഴയ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഭാഗ്യലക്ഷ്മിക്ക് പോലും അതൊരു പേര് ദോഷമായിട്ട്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കൂടെയാണോ ഭാഗ്യലക്ഷ്മി, ഇവരൊക്കെ എന്തിനാണ് ഭാഗ്യലക്ഷ്മി താങ്ങി നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് ചില ടീമുകൾ ഫെമിനിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ഇവർ കാണിച്ചു കൂട്ടുന്നതെന്ന് ഇവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഭാഗ്യലക്ഷ്മിക്ക് കൂടി ദോഷകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോഴും ഇവരൊരു പ്രഹസനം തന്നെയാണ്. തലയിലൊക്കെ കെട്ടിയിട്ട് ഇവരെന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്കറിയുന്നില്ല. ഇവരാർക്കും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് അറിയുന്നില്ല. ഇവരൊക്കെ ഇവരുടെ ഫെയിമിന് വേണ്ടിയിട്ടും ഇവരുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടും മാത്രം ഇവരുടെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ അറിയിക്കാൻ, അത് തെറിയുടെ രൂപത്തിലായാലും വേറെ ഏതെങ്കിലും രൂപത്തിലായാലും ശരി, അങ്ങനെ അറിയിക്കണം എന്ന് വിചാരിച്ച് കളിക്കുന്ന കുറേ ആൾക്കാരാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതുകൊണ്ട് തന്നെ അവന്മാരെയൊന്നും കൂടെ നമ്മൾ ഒരിക്കലുമില്ല, നമ്മൾ അതിജീവിതയുടെ കൂടെ തന്നെയാണ്. പക്ഷേ ഇവർ പറയുന്ന പോലെ ഈ തെറിവിളിയും അല്ലെങ്കിൽ തെറിപ്പാട്ടുകളും പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന പലതരത്തിലുള്ള വാക്കുകളുണ്ട്. അതൊന്നും ഇവിടെ പറയാൻ കഴിയില്ല. ഞാൻ ഇതിനടുത്ത് എന്തോന്ന് അറക്കല എന്തോന്ന് ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ കണ്ടു. എന്തൊരു മോശമായിട്ടാണ് അവർ സംസാരിക്കുന്നതെന്ന് അറിയാം. അവർ വിചാരിക്കുന്നത് എന്താണ്, സമൂഹത്തിലുള്ള എല്ലാവരും ഇതുപോലെയാണ് സംസാരിക്കുന്നതെന്നോ, ഇതുപോലെ കൂറത്തരമായിട്ടാണോ സമൂഹത്തിലുള്ള എല്ലാവരും സംസാരിക്കുന്നത്? ഒരിക്കലുമല്ല. അതാണ് ഞാൻ പറയുന്നത്. ഭാഗ്യലക്ഷ്മിക്ക് നല്ല രീതിയിൽ നിന്നല്ല. ഭാഗ്യലക്ഷ്മിക്ക് എന്ന് പറഞ്ഞ് ഒരുപാട് ഫാൻസ് ഉണ്ട്. പക്ഷേ ഭാഗ്യലക്ഷ്മിയെ നശിപ്പിക്കുന്നതും ഭാഗ്യലക്ഷ്മിയെ ഇഷ്ടമില്ലാതാക്കുന്നതുമായ ചില ഘടകങ്ങളും അവിടെ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ എല്ലാവരും അതിജീവിതയുടെ കൂടിയാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, 85% ആൾക്കാരും അതിജീവിതയുടെ കൂടെ തന്നെയാണ്. ആ സഹോദരിയുടെ കൂടെ നിൽക്കത്തുള്ളൂ. അവരനുഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരൊരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഇനി ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ല. അതിജീവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇതേപോലെയുണ്ട്. പണത്തിൻ്റെ ഹുങ്കൊണ്ട് മാത്രം ഇറങ്ങി വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതമാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിജീവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കണം. എന്തിനധികം പറയുന്നു, ഇപ്പോൾ 2-3 ദിവസം മുമ്പ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ഗർഭിണിയെ അടിക്കുന്നത് നമ്മൾ കണ്ടു. വളരെയധികം സങ്കടം തോന്നിപ്പോയി. അതായത് എങ്ങനെ ആ മനുഷ്യനൊക്കെ ഇപ്പോഴും, ഈ 2024 കഴിഞ്ഞ സംഭവമാണ്, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അത് പുറലോകം അറിയുന്നത്. ഇങ്ങനെ പുറലോകം അറിയാതെ എത്ര സംഭവങ്ങൾ ഉണ്ടാകും നമ്മുടെ സമൂഹത്തിൽ. പുറലോകം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങൾ അറിയണം, പൊതുജനങ്ങളുടെ മുന്നിലേക്ക് വരണം. പിന്നെ എല്ലാവരും ഒന്നെന്ന് പറഞ്ഞാൽ ഭാഗ്യലക്ഷ്മി പറയുന്ന പോലെ ശത്രുക്കളൊന്നുമല്ല. ഒരുപാട് നല്ലവരുണ്ട്. ദിലീപിൻ്റെ കൂടെ ദിലീപിന് ജയ് വിളിക്കുന്നവർ പോലും ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിജീവിതയുടെ കൂടെയാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്ന് പറഞ്ഞാൽ അതിജീവിതയുടെ കൂടെ തന്നെയാണ്. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ പേട്ടന് വേണ്ടിയിട്ട് പിന്നെ ജയ് വിളിക്കാൻ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ മറ്റേ ഇതിന് വേണ്ടിയിട്ട് ഒരാളും നിൽക്കത്തില്ല. പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാർട്ടിൻ എന്ന് പറയുന്ന ആ ഒരു പിന്നെ ഇവൻ്റെ വീഡിയോ ഇറങ്ങിയതിൽ പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ദിലീപിനെ കൂടുതൽ വെറുക്കുക ചെയ്തത്. ഇതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ദിലീപിനോട് കുറച്ച് സ്നേഹം ഉണ്ടായിരുന്നു, അത് ആ വീഡിയോ ഇറങ്ങിയപ്പോൾ പോയി. അതുപോലെ മഞ്ജു വാര്യരെ കുറ്റം പറഞ്ഞപ്പോഴേ അത് പൂർണ്ണമായിട്ടും പോയി. അപ്പം ഇങ്ങനെ ദിലീപ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്ന് അറിയാം, എൻ്റെ ഭഗവാൻ ഇതിൽ നിന്ന് എങ്ങനെ കരകയറും എന്നാണ് അയാൾ ഇപ്പോഴും ആലോചിക്കുന്നത്. അയാൾ അത്രമാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കുന്നുണ്ട്. അയാൾ ജീവിതത്തിൽ വിചാരിച്ചില്ല ഇതുപോലൊരു അടി കിട്ടുമെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വെറുതെ വിട്ടു, ഇറങ്ങി വന്നപ്പോഴെന്ന് പറഞ്ഞാൽ അയാൾ പെട്ടെന്ന് മഞ്ജു വാര്യരെ പറഞ്ഞു. അതുമാത്രവുമല്ല, അയാളുടെ ബബ്ബബ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമോ, അതായത് നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ അറിയില്ല, ഇയാൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നോ, ഈ സിനിമ എഴുതുന്നവർക്ക് ആരാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, ഈ സിനിമാക്കാർ തന്നെ മുൻകൂട്ടി ഇതിൻ്റെ വിധി കണ്ടിരുന്നോ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു പോകും. അതുപോലെയാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ആണ് ഇപ്പോഴും നമ്മുടെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഭാഗ്യലക്ഷ്മിക്ക് ഒരുപാട് ഭീഷണികളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഭാഗ്യലക്ഷ്മിയുടെ ജീവൻ കൃത്യമായിട്ടും ഭാഗ്യലക്ഷ്മി ശ്രദ്ധിക്കണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ള ചില ആൾക്കാരെ അവരെ നിങ്ങൾ തള്ളിപ്പറയുക തന്നെ വേണം. കാരണം ഇതൊന്നും ഒരു എന്താ പറയുക, ഒരു ഗുണ്ടായുസത്തിലൂടെയല്ല ഒന്നും നമ്മൾ നേടിയെടുക്കേണ്ടത്. നമ്മൾ ഒന്നുകിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയുക, ഗുണ്ടായുസത്തിലൂടെ പോകാം, അല്ലെങ്കിൽ ആശയപരമായിട്ട് പോകാം, ഇതൊക്കെ ചെയ്യാം. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ എന്താ വെച്ചാൽ അതിജീവിതയുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞല്ലോ, അവർ പറയുന്ന ഭാഷകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തലയെ കൈ, അതായത് കൂടുതലായിട്ട് ഇവരെ പോലെയുള്ള ആൾക്കാരാണ് ഈ ഒരു സംഭവത്തിന് വരെ എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവായിട്ട് ഇത് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ എന്തോ ഒരു സംഭവമാണെന്ന് പറയും, എന്നിട്ട് ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളോ വളരെ വില കുറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഈ പാർവതി ഒരു സിനിമയിൽ എന്താ മമ്മൂക്ക ഏതൊരു ഡയലോഗ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കാനെ വിമർശിച്ചിട്ടുണ്ട്. അതേ പാർവതി തന്നെ മറ്റൊരു സിനിമയിൽ, ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ബാത്റൂമിൽ ഇരിക്കുന്ന ഒരു സീനുണ്ട്. ആ ബാത്റൂമിൽ നമ്മളിങ്ങനെ പൊക്കുന്ന്, അത് കഴിഞ്ഞ് ഇരിക്കുന്നേ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ലോങ് ഷോട്ടാണ് കാണിക്കുന്നതെങ്കിലും അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? ഇവിടെ ആർക്കാണ് ബാത്റൂം കാണേണ്ടത്? ഇവിടെ ആർക്കാണ് പാർവതി ബാത്റൂമിൽ? ആർക്കും കാണണോ? ആർക്കും കാണണ്ട. ആ കഥാപാത്രം ബാത്റൂമിൽ ഇരിക്കുന്ന കാണണോ? കാണണ്ട. ഇപ്പം ന്യൂ ജനറേഷൻ്റെ ഒരു സ്വഭാവമാണ്, ഇതൊരു വൈകൃതമാണ് പുറത്തു വരുന്നത്. അതായത് ഇവന്മാർ എന്തോ ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ ഇവരുടെയൊക്കെ ഒരു വൈകൃതം ഇങ്ങനെ പുറത്തു വരികയും അത് നമ്മളെല്ലാം കാണിക്കുകയാണ്. ബിരിയാണി എന്ന് പറയുന്ന സിനിമ ഇറങ്ങി, അതിൻ്റെ അകത്തുള്ള വളരെ മോശമായ സീനുകൾ എല്ലാവർക്കും ഉള്ളതാണെന്ന് എല്ലാവരും പറയുമ്പോഴും അതിൻ്റെ അകത്തുള്ള ആ ഒരു സിനിമയിലെ സീനുകൾ കാണുമ്പോഴേ അവന്മാരുടെ ആ സംവിധായകൻ്റെ വൈകൃതങ്ങളാണ് ശരിക്കും പുറത്തു വരുന്നതെന്ന് ഞാൻ പറയുള്ളൂ. ഒരിക്കലും തന്നെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചുരളി എന്ന് പറയുന്ന സിനിമ എന്ത് ഭാഷയാണ് ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത്? എല്ലാവരും സദാചാരക്കാർ, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഒരു സദാചാരമുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വീട്ടിലെല്ലാവരും സദാചാരവാദികൾ തന്നെയാണ്. ആവനാഴി എന്ന് പറയുന്ന സിനിമ വരെ വീട്ടിൽ കാണാൻ കഴിയാത്ത വീടുകളുണ്ട്, ഒന്നിച്ച് ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് കാണാൻ കഴിയാത്ത. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ചില സെക്സും കാര്യങ്ങളൊക്കെ ഉള്ള ചില പടങ്ങൾ അതുപോലും ഇന്നും വീട്ടിൽ വെക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇതിൻ്റെ അകത്തേക്കാണ് ബിരിയാണി OTT വരുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക, ഈ ചുരളി എന്ന് പറയുന്ന സിനിമ വരുന്നു, ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ വരുന്നു. പല സിനിമകളിലും ബാത്റൂം സീനും അതുപോലെ എന്തിനധികം പറയുന്ന അപ്പി വരെ കാണിക്കുന്ന സീനുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കുറേ ആൾക്കാരും ടീമുകളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അതോ ഒരു വലിയ സംഭവമാണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ അതിജീവിതയുടെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ടൊരു പ്രഹസനമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും അതിജീവിതയുടെ കൂടെ തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് നല്ല നീതി കിട്ടണം. അതിലെന്ന് പറഞ്ഞാൽ ദിലീപ് ആണെങ്കിൽ ദിലീപ്, ഇനി വേറെ ആരെങ്കിലും ഇതിൻ്റെ പുറകിലുണ്ടോ? അവരായാലും ആരെയായാലും എന്ന് പറഞ്ഞാൽ ആരാണ് ഇതിന് ഗൂഢാലോചന? അത് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഈ 8 വർഷമായിട്ടും അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മുടെ എല്ലാ സിസ്റ്റത്തിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും പരാജയം തന്നെയാണ്. പിന്നെ ദിലീപ് ഊരി വന്നതെന്ന് പറഞ്ഞാൽ ആ തെളിവിൻ്റെ അഭാവത്തിൽ തന്നെയായിരിക്കാം. അതുകൊണ്ട് മേൽക്കോടതിയിൽ പോവുകയാണ് വേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിജീവിതർക്ക് എതിരൊന്നും അല്ല, എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരുടെയും മനസ്സിലുണ്ട് ആ ഒരു വേദന. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.